محمد عبده ورسوله عليها وعليها نموت وعليها نبعث إن شاء الله. പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ നീ ഈമാനോടുകൂടി ജീവിപ്പിച്ച്, ഈമാനോടുകൂടി മരിപ്പിച്ച്, ഈമാനോടുകൂടി ഖബറിൽ അടക്കം ചെയ്ത്, ആ ഖബറിൽ നിന്നും രണ്ടാമത് ഹയാത്ത് നൽകി ആഖിറത്തിലേക്ക് മഹ്ശറയിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുവരുമ്പോ ഞങ്ങളുടെ നന്മയും തിന്മയും എഴുതിയ കിതാബ് ഞങ്ങളുടെ വലത് കൈയിൽ നീ വെച്ച് തരേണമേ. അല്ലാഹുവേ പടച്ചവനെ, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല, നീ ഏകനാകുന്നു, നിനക്കൊരു പങ്കുകാരുമില്ല. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ റസൂലാണ്, നിന്റെ അടിമയാണ്. ഈ പറഞ്ഞ കാര്യത്തിന്റെ മേൽ റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ മരിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ ആ മരണത്തിന് ശേഷവും നിന്റെ അടുക്കലേക്ക് വരുമ്പോ ഈ വിശ്വാസമായിട്ടായിരിക്കും വരിക. അല്ലാഹുവേ, മുസ്ലിമായി ഞങ്ങളെ നീ മരിപ്പിക്കണേ എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ മൊത്തത്തിലെ ഏകദേശ അർത്ഥം. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി അസ്തഗ്ഫിറുല്ലാഹ്, 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 ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത് ഒറ്റ പ്രാവശ്യമല്ല, ഇതിങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ, ഇത് 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒറ്റക്കിരുന്നിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുക. അല്ലാഹു തആല ഈ തൗബ ചെയ്ത് നമ്മുടെ പാപങ്ങൾ ആ രാജ്യത്തുനിന്ന് ഇവിടെ പഠിച്ചവനെ വന്നാലേ അതന്നെ. ഉമ്മ ദുബായി നല്ല കാണല്. വേറൊരു ഉസ്താദ് ചെല്ലുന്നു, നമ്മൾ ഒന്നും കൂടി അമ്മാക്ക അവിടെ പണ്ടെന്നെ ചെല്ലുന്നു വെച്ചാ. നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. കച്ചൊക്കെ പറഞ്ഞു